ന്യൂസിലാൻഡിൽ 65 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ കിട്ടുമോ? നിങ്ങൾ ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകണം. കുറച്ചു പേർക്കെങ്കിലും ഇതേക്കുറിച്ച് അറിവുണ്ടാകണം. കാരണം 65 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ കിട്ടുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കെവി സേവർ, അതുപോലെ പെൻഷൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതോ സിമിലർ ആണോ? ഈ പെൻഷന് ആരൊക്കെ എലിജിബിൾ ആണ്? ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്കതൊന്ന് നോക്കാം. എങ്ങനെ നമ്മുടെ സേവിങ്സ് ഇൻകം അല്ലെങ്കിൽ റിട്ടയർമെന്റ് സേവിങ്സ് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജു ഡീറ്റെയിൽസ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എന്താണ് ന്യൂസിലാൻഡ് പെൻഷൻ എന്ന് പറയുന്നത്, അതുപോലെ ഈ ന്യൂസിലാൻഡ് പെൻഷൻ 65 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടുമോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. 65 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ ന്യൂസിലാൻഡിൽ പെൻഷൻ കിട്ടാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ളതിന്റെ ബേസിലാണോ ഈ പെൻഷൻ കിട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ന്യൂസിലാൻഡിൽ വർക്ക് ബേസ്ഡ് അല്ല ഈ ഒരു പെൻഷൻ കിട്ടുന്നത്. ന്യൂസിലാൻഡിൽ അതിന് എലിജിബിലിറ്റി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലാണെങ്കിൽ ലാസ്റ്റ് അത് 65 വയസ്സിന് മുമ്പ് ഒരു 5 വർഷം, 50 വയസ്സിന് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലായിട്ട് ഒരു അടുപ്പിച്ചൊരു 5 വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ട് അതിന്റെ ഇൻകം ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ പെൻഷൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു വർക്ക് ബേസ് ചെയ്തിട്ടല്ല. അപ്പോൾ അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ശരിക്കും ന്യൂസിലാൻഡ് സൂപ്പർ എന്നാണ് ഈ പെൻഷൻ അറിയപ്പെടുന്നത്. ഇത് 65 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടും. അതുപോലെ ഇതൊരു ഗവൺമെന്റ് ഫണ്ടഡ് പെൻഷൻ ആണ്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, നിങ്ങൾ 65 വയസ്സിന് മുകളിലുള്ള ഒരാളായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ 20 വയസ്സിന് ശേഷം 10 വർഷത്തിന് മുകളിൽ താമസിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അതുകൂടാതെ ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. അതായത് 50 വയസ്സിന് മുകളിൽ 5 വർഷം സ്ഥിരമായി ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന ആളായിരിക്കണം. പക്ഷെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. അതുപോലെ ഇത് ഒരിക്കലും നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ വർക്ക് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു പെൻഷൻ അല്ല. അതുപോലെ നിങ്ങളുടെ ലീവിങ് സിറ്റുവേഷൻ അനുസരിച്ചാണ് എത്ര കിട്ടും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. നിങ്ങൾ സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര എമൗണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒരു 496 അല്ലെങ്കിൽ $496 to $500 സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെർ വീക്ക് ന്യൂസിലാൻഡ് ഗവൺമെന്റ് പെൻഷൻ ആയിട്ട് തരുന്നത്. അതുപോലെ കപ്പിൾസ് ആയിട്ടാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ടുഗദർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് $763 അല്ലെങ്കിൽ ഒരു നിയർലി $800. ഇതൊക്കെ നമ്മുടെ ആ ഒരു സമയത്തെ ഇൻഫ്ലേഷനെയും ആ ഒരു നമ്മുടെ മണിയുടെ വാല്യൂവിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷെ എങ്കിലും മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. ഇതിനൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യണം. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് പെൻഷൻ കിട്ടില്ല. ഈ പെൻഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം, അപ്പോൾ എന്താണ് ഈ കിവി സേവർ? ഈ കിവി സേവറും ഈ പെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പെൻഷൻ കിട്ടുന്നവർക്ക് കിവി സേവർ അല്ലെങ്കിൽ കിവി സേവർ ഉള്ളവർക്ക് പെൻഷൻ കിട്ടുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിവി സേവർ ഒരു പെൻഷൻ അല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ റിട്ടയർമെന്റ് സേവിങ് പ്ലാൻ ആണ്. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. ആ സേവിങ് എന്ന് പറയുന്നത് ശരിക്കും 3%, 4%, 6%, 8% അല്ലെങ്കിൽ 10% വരെ നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എവരി ഫോർട്ട്നൈറ്റ്ലി ആണ് നമ്മൾ ഈ സേവിങ്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എത്രത്തോളം പെർസെൻറ്റേജ് ഇട്ടാലും നമ്മുടെ എംപ്ലോയർ 3% നമുക്ക് വേണ്ടി ഇടും. അതുപോലെ ഗവൺമെന്റ് എല്ലാ വർഷവും 50% ബോണസ് ആയിട്ട് ഏകദേശം $521 നമുക്ക് വേണ്ടി അവർ ചെലവഴിക്കും. നമ്മുടെ ഈ സേവിങ്സിലേക്ക് അവർ ആഡ് ചെയ്യും. അപ്പോൾ കിവി സേവർ എടുക്കുന്നത് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും അത് മസ്റ്റ് അല്ല. പക്ഷേ അത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ റിട്ടയർമെന്റ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കിവി സേവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിനെ ഹാപ്പി ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫസ്റ്റ് ഹോം നിങ്ങൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ശരിക്കും കിവി സേവർ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഹോം വാങ്ങിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ആഫ്റ്റർ 3 years നമുക്ക് എടുക്കാവുന്നതാണ് ആദ്യത്തെ ഹോം വാങ്ങിക്കാൻ. അതല്ലെങ്കിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് വരണം, അപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ 65 വയസ്സിന് ശേഷം എനി ടൈം അത് ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ 65 വയസ്സിന് മുമ്പ് നമുക്ക് അല്ലാതെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂസിലാൻഡ് സൂപ്പർ ഒരു നിശ്ചിത എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ കിവി സേവർ അങ്ങനെയല്ല.
നമ്മുടെ ബാങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ ബാങ്കുകാർ പലപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കിവി സേവറിന്റെ പ്ലാൻസ് മാറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ പറയുമല്ലോ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നത് ഇതിന്റെ ആ ഒരു പലിശ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂട്ടുന്നതിനൊക്കെ വേണ്ടിയാണ്. നമുക്ക് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ കുറച്ച് റിസ്ക് ആണ്, ചിലപ്പം നമ്മൾ പറയുമല്ലോ കുറയാനും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതലും ആളുകൾ ഒരു നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഇട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ല കൂടുതൽ ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കിവി സേവർ പ്ലാന് കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കാനും ബാങ്കുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു പ്ലാനിലേക്ക് പോകാനും സാധിക്കും. കാരണം അത് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിനെ വളരെ ഹാപ്പി ആക്കി തരും. കാരണം ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പെൻഷനും അതല്ലെങ്കിൽ ന്യൂസിലാൻഡ് സൂപ്പറും നമ്മുടെ ഈ കിവി സേവറും രണ്ടും ഒരുമിച്ച് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടും ഒരുമിച്ച് കിട്ടും. കാരണം ന്യൂസിലാൻഡ് സൂപ്പർ എന്ന് പറയുന്നത് പെൻഷനാണ്. നമുക്ക് 65 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടും. കിവി സേവർ നമ്മുടെ സേവിങ് പ്ലാൻ ആണ്, അത് നമ്മുടെ കയ്യിൽ അവർ തരും. അതുപോലെ തന്നെ ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് 65 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും വർക്ക് ചെയ്യാം. ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ ന്യൂസിലാൻഡ് സൂപ്പർ അല്ലെങ്കിൽ പെൻഷൻ കിട്ടുമോ? അതും കിട്ടും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഇൻകമിന്റെ ടാക്സ് അവർ പിടിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കും ചെയ്യാം, ഈ പെൻഷനും കിട്ടും, അതുപോലെ തന്നെ കിവി സേവറും നിങ്ങളുടെ കയ്യിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ന്യൂസിലാൻഡ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിരിക്കും. കാരണം മണിയുണ്ട്, അതുപോലെ നമ്മളൊരു ഹാപ്പി ലൈഫും കൂടെ ആണെങ്കിൽ തീർച്ചയായും വളരെ എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ ചെലവഴിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. എന്തൊക്കെയാണ് ഈ കിവി സേവറിന്റെയും ന്യൂസിലാൻഡ് സൂപ്പറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഹൂ പേസ്. ഗവൺമെന്റ് ആണ് ന്യൂസിലാൻഡ് സൂപ്പറിൽ പേ ചെയ്യുന്നത്. കിവി സേവറിലാണെങ്കിൽ നമ്മളും നമ്മുടെ എംപ്ലോയറും അതുപോലെ ഗവൺമെന്റും 3 പേരും കൂടിയാണ്. അതുപോലെ ആരൊക്കെയാണ് ആക്സസിബിൾ, അല്ലെങ്കിൽ എത്ര വയസ്സിലാണ് ആക്സസിബിൾ? 65 വയസ്സ് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് സൂപ്പർ കിട്ടും. കിവി സേവർ ആണെങ്കിൽ 65 വയസ്സിന് മുകളിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഫസ്റ്റ് ഹോം വാങ്ങിക്കാനായിട്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് വന്നാൽ. അതുപോലെ തന്നെ ഫിക്സഡ് എമൗണ്ട് ആണോ എന്നുള്ളത്. ന്യൂസിലാൻഡ് സൂപ്പർ ഫിക്സഡ് എമൗണ്ട് ആണ്, പക്ഷെ അഡ്ജസ്റ്റഡ് ഇയർലി. കിവി സേവർ ആണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് അല്ല, നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ സാലറി നമ്മുടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇരിക്കും. അതുപോലെ തന്നെ വർക്ക് ആവശ്യമാണോ എന്നുള്ളത്. നമ്മൾ ന്യൂസിലാൻഡ് സൂപ്പർ കിട്ടാനായിട്ട് ജോലി വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കിവി സേവറിന് നമ്മുടെ സാലറിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് സൂപ്പർ ഒരു ബേസിക് റിട്ടയർമെന്റ് ഇൻകം ആണ്. കിവി സേവർ എന്ന് പറയുന്നത് എക്സ്ട്രാ സേവിങ്സ് ഫോർ റിട്ടയർമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹാവ് ബോത്ത്. രണ്ടും, കിവി സേവറും ന്യൂസിലാൻഡ് സൂപ്പറും രണ്ടും നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ സേവിങ് മണിയുമാകും, അതുപോലെ തന്നെ നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഒരു വീക്ക് കിട്ടിക്കൊണ്ടും ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിൻ കാര്യം, ഈ ന്യൂസിലാൻഡ് സൂപ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ന്യൂസിലാൻഡ് ഗവൺമെന്റ് സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ 65 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏകദേശം ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിലോ നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കിവി സേവർ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും, റെസിഡൻസ് ആയിട്ടുള്ള എല്ലാവർക്കും കിവി സേവർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കതൊരു പേഴ്സണൽ നമ്മൾ പറയുമല്ലോ, അതായത് നമ്മുടെ ഒരു എക്സ്ട്രാ സേവിങ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.